ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകൻ കടിച്ചിട്ടാണ് മരിക്കുന്നത് എന്നറിയുന്ന പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പുത്രനായ ജനമേജയൻ തക്ഷകൻ തുടങ്ങിയ സർപ്പങ്ങളെ മുഴുവൻ ഒന്നടങ്കം കൊന്നൊടുക്കാനായിട്ട് സർപ്പസത്രം എന്ന മഹായജ്ഞം നടത്താൻ തന്നെ തീരുമാനിച്ചു. മഹർഷിമാരുടെ അനുഗ്രഹത്തോടുകൂടെ സർപ്പസത്രം തുടങ്ങാൻ വേണ്ടി ജനമേജയ രാജാവ് യജ്ഞശാലയ്ക്കുള്ള ഭൂമി ആദ്യമായി അളന്നെടുത്തു. വേദവിദ്യാ വിദഗ്ധന്മാരും ശുദ്ധന്മാരും ബുദ്ധിമാന്മാരുമായ വിപ്രന്മാർ മഹർഷിമാർ വന്നു ചേർന്നു. ധനധാന്യങ്ങൾ സമൃദ്ധിയായി ഒരുക്കി. ഋത്തുക്കുകളും വന്നു ചേർന്നു. വിധിപ്രകാരം സത്രശാല തീർപ്പിച്ചു. ജനമേജയ രാജാവിനെ സർപ്പസത്രത്തിൽ ദീക്ഷ നടത്തി. എന്നാൽ ഈ സർപ്പസത്രം അവസാനിക്കുന്നതിനു മുമ്പ് ഒരു ബ്രാഹ്മണൻ വരികയും ഈ യജ്ഞത്തിന് വിഘ്നം സംഭവിക്കുമെന്ന് സൂതനും സൂത്രധാരനും പൗരാണികനുമായ മൂത്താശാരി വിധിച്ചു. അതിനാൽ ജനമേജയ രാജാവ് അറിയിച്ചു, ഇനി ഞാൻ അറിയാതെ ഈ യാഗശാലയിലേക്ക് ആരും കയറരുത്. അനന്തരം വിധി പോലെ സർപ്പസത്രം തുടങ്ങി. മഹർഷിമാർ മുറ പോലെ സർപ്പസത്രം ആരംഭിച്ചു. കറുത്ത വസ്ത്രം ധരിച്ച് ധൂമം കൊണ്ട് അരുണാക്ഷരായി ജ്വലിച്ച അഗ്നിയിൽ മന്ത്രജപത്തോടെ ഹോമം ആരംഭിച്ചു. എല്ലായിടത്തും ഉള്ള എല്ലാ സർപ്പങ്ങൾക്കുമായി സർവസർപ്പാഹുതി ചെയ്യുവാൻ തുടങ്ങി. ആ മന്ത്രജപം കൊണ്ട് പിടഞ്ഞും ദുഃഖത്തോടെ കൂക്കി വിളിച്ചും പൊരിഞ്ഞും ചീറ്റിയും തലയും വാലും ചുറ്റിപ്പിരിച്ചും തിരിഞ്ഞും കൂട്ടമായി കെട്ടിമറിഞ്ഞും കടുത്ത തീയിൽ പാഞ്ഞെത്തി പാമ്പുകൾ വന്നു ചാടിക്കൊണ്ടേയിരുന്നു. വെളുത്തതും കറുത്തതും നീലിച്ചതുമായ സർപ്പങ്ങൾ, കിഴവന്മാർ, കിടാങ്ങൾ എന്നിങ്ങനെ പലമാതിരി സർപ്പങ്ങൾ എവിടെയെല്ലാമുണ്ടോ അതെല്ലാം ശബ്ദമുണ്ടാക്കി തീയിൽ വന്ന് വീണുകൊണ്ടേയിരുന്നു. മാതൃശാപം മൂലം സർപ്പങ്ങളുടെ മാതാവായ കദ്രു ശപിച്ചിരുന്നു. അത് കാരണം എല്ലാ സർപ്പങ്ങളും അഗ്നിയിൽ ചെന്ന് വീണ് പൊരിഞ്ഞ് കത്തി വെണ്ണീറായി. ഒടുവിൽ വാസുകി തുടങ്ങിയ സാത്വികരായ സർപ്പങ്ങൾക്കും വയ്യാതെ ആയി തുടങ്ങി. അവർക്കും ജനമേജയ മഹർഷിയുടെ യജ്ഞശാലയിലേക്ക് പോകേണ്ടതായി വരുമോ എന്ന ഭയം ഉള്ളിൽ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ വാസുകി തൻ്റെ സഹോദരിയായ ജരൽക്കാരുവിൻ്റെ അടുത്ത് പറഞ്ഞു. വാസുകി ജരൽക്കാരു എന്ന ഭർത്താവിന് വിവാഹം കഴിച്ചു കൊടുത്തത് തന്നെ സർപ്പങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നാൽ ഇപ്പോൾ സർപ്പങ്ങളെല്ലാം ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാസുകി തൻ്റെ സഹോദരിയായ ജരൽക്കാരുവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ മകനായ ആസ്തീക മഹർഷിക്കു മാത്രമേ ഈ സർപ്പസത്രത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉടനെ തന്നെ ആസ്തീകനെ ജനമേജയ മഹർഷി യാഗം നടത്തുന്ന യാഗശാലയിലേക്ക് പറഞ്ഞു വിടേണ്ടതാണ്. ഇത് മനസ്സിലാക്കിയ വാസുകിയുടെ സഹോദരിയായ ജരൽക്കാരു ആസ്തീക മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, പ്രിയപുത്ര, എന്നെ ജരൽക്കാരു എന്ന തൻ്റെ പിതാവിന് വിവാഹം കഴിച്ചു കൊടുത്തതു തന്നെ ആസ്തീകൻ എന്ന നീ ജനിക്കാൻ വേണ്ടിയിട്ടും സർപ്പസത്രത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് പുത്ര, നീ ഉടനെ തന്നെ ജനമേജയ രാജാവിൻ്റെ യജ്ഞശാലയിലേക്ക് പുറപ്പെടുക. ഇത് കേട്ട ആസ്തീക മഹർഷി തങ്ങളുടെ വംശത്തെ മുഴുവൻ രക്ഷിക്കാനായി ജനമേജയ മഹർഷിയുടെ യജ്ഞശാലയിലെത്തുകയും ജനമേജയ മഹർഷിയുടെ യജ്ഞശാലയിൽ എത്തി. എന്നാൽ യജ്ഞശാലയിലേക്ക് ആരെയും കയറ്റിവിടുന്നുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ആസ്തീക മഹർഷി വളരെ ഭംഗിയായി ജനമേജയ രാജാവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ആസ്തീക മഹർഷി പറഞ്ഞു, ജനമേജയ മഹർഷി, അങ്ങ് വാൽമീകിയെപ്പോലെ വീര്യമുള്ളവനാണ്. വസിഷ്ഠ മഹർഷിയെപ്പോലെ കോപമുള്ളവനാണ്. ഇന്ദ്രനോട് തുല്യമായ പ്രഭാവമുണ്ട്. നാരായണന് തുല്യമായ ദ്യുതിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വൃത്രജിത്തിൻ്റെ യജ്ഞത്തിലെന്ന പോലെ സൂര്യാഭന്മാരായ ഋഷിമാർ ഒത്തുചേർന്ന് അങ്ങയുടെ ചുറ്റും ഇരിക്കുന്നു. ഇവർക്ക് അങ്ങ് നൽകുന്ന ദാനം നശിക്കുന്നതല്ല. ഇങ്ങനെ തുടങ്ങി ആസ്തീക മഹർഷി ജനമേജയ മഹാരാജാവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സ്തുതിയിൽ ജനമേജയ മഹാരാജാവ് പ്രസന്നനായി. ആസ്തീക മഹർഷിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത്? എന്നാൽ ഈ സമയത്ത് യജ്ഞശാലയിലുള്ളവർ പറഞ്ഞു, നമ്മുടെ യജ്ഞശാലയിലേക്ക് അങ്ങയുടെ പിതാവിനെ ദംശിച്ച തക്ഷകൻ എത്തിയിട്ടില്ലല്ലോ. ഇതറിഞ്ഞ മഹർഷിമാർ അവരുടെ യോഗം കൊണ്ട് കണ്ടെത്തി
തക്ഷകൻ തനിക്കും സർപ്പസത്രത്തിലേക്ക് പോയി ചാടേണ്ടി വരുമോ എന്നോർത്ത് ഭയപ്പെട്ട് ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ദേവേന്ദ്രനും തക്ഷകനെ ആശ്വസിപ്പിച്ചു. തക്ഷക, നീ ഭയപ്പെടേണ്ടതില്ല, നിനക്കൊരാപത്തും വരികയില്ല, അഗ്നി നിന്നെ ബാധിക്കുകയില്ല. ഇത് മനസ്സിലാക്കിയ ജനമേജയ മഹാരാജാവും മഹർഷിമാരും വീണ്ടും സർപ്പഹൂതിയിൽ മന്ത്രഹോമം തുടരുക തന്നെ ചെയ്തു. എന്നാൽ ഇതും കൂടെ ആയപ്പോൾ തക്ഷകന് പിടിച്ചു നിൽക്കാനായില്ല. തക്ഷകൻ സർപ്പസത്രത്തിനു നേരെ പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇത് കണ്ട ദേവേന്ദ്രൻ തക്ഷകനോട് കൂടെ പാഞ്ഞു വന്നെങ്കിലും സർപ്പസത്രത്തിലെത്തും തോറും ഭയപ്പെട്ട ഇന്ദ്രൻ തിരിച്ച് സ്വർഗലോകത്തിലേക്ക് തന്നെ ഓടിപ്പോയി. എന്നാൽ തക്ഷകൻ സർപ്പസത്രത്തിന് നേരെ ചീറ്റിക്കൊണ്ടും പിടഞ്ഞുകൊണ്ടും പേടിച്ചും ഭയപ്പെട്ടും അങ്ങനെ സർപ്പസത്രത്തിൻ്റെ നേരെ ഒത്ത മുകളിലെത്തിയ സമയത്ത് ജനമേജയ രാജാവും മഹർഷിമാരും പറഞ്ഞു, ഇതാ തക്ഷകനും യാഗശാലയിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ജനമേജയ മഹർഷി ആസ്തിക മഹർഷിയോട് പറഞ്ഞു, എന്തായാലും ഒരു ബ്രാഹ്മണൻ വന്ന് ഈ യജ്ഞത്തിന് വിഘ്നം സംഭവിക്കുമെന്ന് മൂത്താശാരി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇവിടെ സംഭവിക്കട്ടെ. എന്തായാലും ഞാൻ അങ്ങേക്ക് വരം തരാം മഹർഷേ. എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടതെന്ന് പറഞ്ഞാലും എന്നെക്കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നതും അല്ലാത്തതാണെങ്കിലും ഞാൻ ചെയ്തു തരും. മഹർഷേ, എന്താണ് അങ്ങേക്ക് വേണ്ടത് പറഞ്ഞാലും. ഇത് കേട്ട് നിന്ന ആസ്തിക മഹർഷി പറഞ്ഞു, ഈ സർപ്പസത്രയജ്ഞം ഇവിടെ അവസാനിക്കണം. ഇനി സർപ്പങ്ങൾ വെന്തു മരിക്കരുത്. എന്നാൽ ആസ്തിക മഹർഷിക്ക് ജനമേജയ രാജാവ് വരം കൊടുത്തതും പിന്നീട് തക്ഷകൻ താഴത്തേക്ക് നിലം പതിച്ചില്ല. കാരണം തക്ഷകനോടുകൂടെ പിന്നീടുള്ള സർപ്പങ്ങളെല്ലാം രക്ഷപ്പെടുകയാണ് ചെയ്തത്. സർപ്പസത്രത്തിൽ നിന്നും വാസുകിയും രക്ഷപ്പെട്ടു. ഹോമമന്ത്രജപം കൊണ്ട് വാസുകിയും താനും ഇനി ജനമേജയ രാജാവിൻ്റെ സർപ്പസത്രത്തിലേക്ക് പാഞ്ഞു പോകേണ്ടി വരുമോ എന്നോർത്തു നിൽക്കുന്ന സമയത്തായിരുന്നു ആസ്തികന് വരം കിട്ടിയത്. അതിനാൽ വാസുകി തുടങ്ങിയ സർപ്പങ്ങളെല്ലാം പിന്നീട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ആദിശേഷൻ ആദ്യം തന്നെ ധ്യാനത്തോടുകൂടെ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചതുകൊണ്ട് ബ്രഹ്മദേവൻ ആദിശേഷനാഗത്തിന് വരം കൊടുത്തിരുന്നു, അങ്ങ് ഭൂമിയുടെ അടിയിലേക്ക് പോയി ഭൂമിയെ സംരക്ഷിച്ചു കൊള്ളുക എന്ന്. അതിനാൽ ആദിശേഷൻ ഭൂമിയെ സംരക്ഷിച്ചു കൊള്ളുവാനായി ഭൂമിയുടെ അടുത്തേക്ക് പോയിരുന്നു. എന്നാൽ ഇനിയുള്ള സർപ്പങ്ങളെല്ലാം തന്നെ രക്ഷപ്പെടട്ടെ എന്നോർത്ത് അതിനൊരു അവസരമായി ഒരുങ്ങി നിന്ന ആസ്തിക മഹർഷിയോടും ജനമേജയ രാജാവിന് സന്തോഷമാണ് തോന്നിയത്. അതിനാൽ തന്നെ രാജാവ് ആസ്തിക മഹർഷിക്ക് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു. സന്തോഷത്തോടെ അതുമായി ആസ്തിക മഹർഷി തിരിച്ച് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഈ ആസ്തിക മഹർഷിയുടെ കഥ വായിക്കുന്നവർക്കും ഓർക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്ക് പോലും സർപ്പങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഇനിയും ഇത് കേൾക്കാതെ ഏതെങ്കിലും സർപ്പങ്ങൾ അങ്ങനെ തിരിയുന്നുവെങ്കിൽ ആ സർപ്പങ്ങളുടെ തല പൊട്ടിത്തെറിച്ച് പോകട്ടെ എന്ന് സാത്വികരായ സർപ്പങ്ങൾ ആസ്തിക മഹർഷിക്ക് കൊടുക്കുന്ന വരമാണ് തങ്ങളുടെ പരമ്പരയെ രക്ഷിച്ചതിന്. ഇതാണ് സർപ്പസത്രത്തിൽ നിന്നും സർപ്പങ്ങൾക്ക് മോക്ഷം കൊടുത്ത കഥ. സ്വന്തം അമ്മ തന്നെയാണ് സർപ്പങ്ങളെ ശപിച്ചിരുന്നത്. ഹരേ കൃഷ്ണ.